ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകും. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകളായി നമുക്ക് ആരാധിക്കാനൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇനിയും ചിലരൊക്കെ വരാനുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ 1-2 പേരായിട്ട് വരുന്നതിന് ബാക്കിയുള്ളവരുടെ അകന്നൊക്കെ ഇരിക്കാമെങ്കിൽ വരാൻ പറയാം. കാരണം അത് ഭവനത്തിലിരിക്കുന്നത് ആരാധിക്കുന്ന സമയത്ത് ആരാധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ഉൾക്കൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും നാളായിട്ട് മാറി നിന്നപ്പോൾ ഒരു പ്രയാസം എല്ലാവർക്കും ഉണ്ട്. എല്ലാറ്റിനും മുൻപായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആരാധനയ്ക്ക് മുമ്പാകെ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. കാരണം ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിത ചരിത്രത്തിൽ ഇത്രയും കാലം സഭയെ നടത്തുന്ന അനുഭവം 1993 മുതൽ ഉള്ളതാണ്. ഈ 27 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ നടത്തിയ സഭകളിൽ സഭ ഹൃദയത്തിൽ ഇല്ല എന്ന് വന്നിട്ടില്ല. കർത്താവിന്റെ വചനത്തിൽ പഠിക്കുന്നത്, ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരു ശുശ്രൂഷകൻ സഭയോട് സംസാരിക്കണമെങ്കിൽ അതിന്റെ വ്യവസ്ഥയല്ല. അതൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, ഞങ്ങളുടെ വായ നിങ്ങളോട് തുറന്നിരിക്കും. ഒരു സഭയിലുള്ള സഹോദരങ്ങൾ ഹൃദയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വാ തുറക്കും. രണ്ടാമത്തതാണ് ദൈവം സംസാരിക്കണം. ദൈവം സംസാരിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ അതിന് ഒക്കെ ഹൃദയത്തിൽ സഭയെ വഹിക്കാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കാം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരുന്നപ്പോൾ സൂചിപ്പിക്കാനിടയായിട്ട്, എന്നാലും അപ്രകാരമല്ല. ദൈവം ആഗ്രഹിക്കുന്ന നാളോളം ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കുറച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലമേ ഉള്ളൂ, കുറച്ച് നാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് ഉത്തരവാദിത്വം ചെയ്തു തീർക്കാൻ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാവരും സഹകരിച്ച് അതിലേക്ക് അടുത്തു വരണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ തിരുനാമത്തിന് നമ്മെ കർത്താവ് വീണ്ടും ഒരു ആഴ്ചവട്ടത്തിലേക്ക് കൂട്ടുവരും. ഇന്ന് മെൽബൺ കുടുംബവുമായി ഇവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ ബാബുറ ആലപ്പുഴയിൽ നിന്ന് സഹോദരി മൊത്ത ആയിരിക്കും. നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാനെന്നത് ഏറ്റവും അനുഗ്രഹമാണ്. എന്നാൽ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ, കർത്താവിന്റെ അടുക്കൽ വരുന്നവർക്ക് ഭക്ഷണമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് പോഷിപ്പിച്ചു, സൗഖ്യമായി, കുഷ്ഠരോഗം മാറി, ബലഹീനതകൾക്ക് കുറവ് വന്നു, കാര്യങ്ങളെല്ലാം കിട്ടി. എന്നാൽ മറിയയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പ്രകാരമാണ് മറിയ നല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവളുടെ രോഗസൗഖ്യമല്ല അവൾക്ക് മുഖ്യം. അവളുടെ ഭൗതികമായിട്ടുള്ള മറ്റൊരു കാര്യവുമല്ല അവളുടെ മുഖ്യമായിട്ടുള്ളത്. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ വചനം, അത് അവൾ തിരഞ്ഞെടുത്തു. അത് അവളോട് ആരും അപഹരിക്കുകയില്ല.
അതുകൊണ്ട് കർത്താവിന്റെ വചനമാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളത്. കർത്താവിന്റെ വചനത്താലാണ് നമുക്കൊരു നന്മയുള്ളത്. വചനത്താൽ അല്ലാതെ ഒരു നന്മ നമുക്ക് ഇല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ദൈവഹിത പ്രകാരം നമുക്ക് പ്രാപിക്കേണ്ടതിനെ പ്രാപിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യം വാനവനൂനം, ഭക്തരിൽ വാത്സല്യവാനവനൂനം, വാഴ്ത്തുക നീ മനമേ തിരുനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും. ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എന്റെ മുമ്പാകെ നിഷ്കളങ്കരായിരിക്കണം. ഇസ്രായേൽ ജനമെല്ലാം ആരായിരിക്കണം? നിഷ്കളങ്കരായിരിക്കണം. മനുഷ്യൻ നിഷ്കളങ്കനായിരിക്കണം. എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഇതെപ്പോഴാണ് ഈ ലോകത്തിൽ വരുന്ന ഇന്ന് കാണുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും നിഷ്കളങ്കരായിരിക്കാൻ സാധിക്കുമോ? ഈ ലോകത്തിലുള്ളവർക്കെല്ലാം നിഷ്കളങ്കരായി സാധിക്കുമോ? ഇല്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. അപ്പൊ അറിയാം. നാം അവന്റെ സന്നദ്ധ, നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോ നിഷ്കളങ്കരാകാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിയമിച്ചിട്ടുണ്ട്. മുൻ നിയമിച്ചവർക്ക് മാത്രമേ ഭൂമിയിൽ ആരായിരിക്കാൻ സാധിക്കൂ? അപ്പൊ ദൈവത്തിന്റെ മക്കളൊക്കെയും നിഷ്കളങ്കരായിരിക്കണം. കർത്താവിന്റെ അടുക്കൽ വരാൻ നിഷ്കളങ്കരാകാൻ കഴിയുന്നത് ഈ ഒറ്റ കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. ആർക്കാം? മുൻ നിയമിച്ചിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അവർ നിഷ്കളങ്കരാകാൻ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? അവർ നിഷ്കളങ്കരാകാൻ കർത്താവ് ചെയ്തിരിക്കുന്നത് എന്താ? 119-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തില് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരാകണം. അപ്പൊ നമ്മൾ നിഷ്കളങ്കരാകാൻ തന്നതാണ് എന്താ? ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് അതനുസരിച്ചാൽ നമ്മളാരാ? നിഷ്കളങ്കർ. അപ്പോ ഈ വക്രതയുള്ള ലോകമാണ്, കളങ്കമുള്ള ലോകമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിഷ്കളങ്കരായി ജീവിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്ക് തന്നെ ഒരാൾ വന്ന അവൻ നിഷ്കളങ്കതയിലും അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും? നന്മയാൽ ഭാഗ്യവൻ തൃപ്തിയെ തന്നു, നന്മയാൽ ഭാഗ്യവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നു.
എൻ പരനെ വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിനോർക്കുകിൽ സർവ നിത്യരാജാവിനോർക്കുകിൽ സർവ സൃഷ്ടിക്കും യഹോവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ വാഴ്ത്തുക നീ മനമേ. എൻ പരനെ വാഴ്ത്തുക നീ മനമേ. എൻ പരനെ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. കാര്യങ്ങൾ ദൈവാത്മാവ് ക്രമീകരിച്ചോളും. ദൈവാത്മാവ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ ജനമെല്ലാം ആരായിരിക്കണം? നിഷ്കളങ്കരായിരിക്കണം. അതിനുവേണ്ടി കർത്താവ് എന്നാ നിശ്ചയിച്ചേ? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നിർണയിച്ചതാണ്. ലോകത്തിൽ വന്നതിന് ശേഷം വക്രതയിലേക്ക് പോയി. എങ്ങനെയാ വക്രതയിലേക്ക് പോയി? മനുഷ്യന് നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെയാണ്? ഒരു മനുഷ്യന് നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെയാണ്? 19 സങ്കീർത്തനം 13 വാക്യം പറയും. സ്വമേധാഭാവങ്ങളെ അകറ്റി അടിയനെ എന്റെ മേൽ വാഴരുത്, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതമായിരിക്കും. അപ്പോ ലോകത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ ആരുടെ കീഴില്ല? സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർപ്പസന്തതികളാണെല്ലാം. ലോകത്തിൽ സ്വമേധയാ ജനിക്കുന്ന മനുഷ്യരെല്ലാം സന്തതികളാണ്. ആ സർപ്പസന്തതികള് എന്തുകൊണ്ടാണ് സർപ്പസന്തതികളായ? അവരൊരിക്കലും പിശാചിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നിഷ്കളങ്കരായിരിക്കും. പിശാചിന്റെ ആഗ്രഹം ഒരിക്കലും നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതാ കാര്യം? പറഞ്ഞേ, സ്വമേധാഭാവം. അപ്പൊ സ്വമേധാഭാവമാണ് ഒരു മനുഷ്യനെ ആരാക്കി തീർക്കുന്നത്? സ്വമേധാഭാവം, സ്വയകളക്കം. ഇത് ശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് നീക്കിക്കളയേണ്ടത് ഇതിനെയാണ്, സ്വമേധാഭാവം. അതങ്ങ് നീക്കിക്കഴിഞ്ഞാൽ അവൻ നിഷ്കളങ്കനായി. പക്ഷെ അതിന് ശത്രു സമ്മതിക്കില്ല. സ്വമേധാഭാവം നിഷ്കളങ്കമായി കഴിഞ്ഞാൽ നിഷ്കളങ്കനെ നടത്തുന്ന ആരാന്നറിയോ? ദൈവമാണ്. ഈ നിഷ്കളങ്കത ഒരു മനുഷ്യൻ പ്രാപിക്കുന്നതിന് മുമ്പ്, നിഷ്കളങ്കത പ്രാപിക്കുന്നതിന് മുമ്പ് അവനൊരു ശിശു കുഞ്ഞ് ജനിച്ചെന്നിരിക്കട്ടെ. അതില് പ്രശ്നമാണ്. അത് ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവസഭയിൽ കൂടി വന്നുപോയി. ഇസ്രായേൽ ജനത്തിൽ ദൈവം 12 ഗോത്രങ്ങളെ കൂട്ടിവരുത്തി ഈ ജനത്തെ കൂട്ടിവരുത്തിയപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ ഒരു മനുഷ്യന് ജന്മം കിട്ടുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും കൂടി വരുമ്പോ 2 ശക്തികളും വരും. ആരൊക്കെയാ പഠിച്ചിട്ടുണ്ട്? ദൈവവും ഉണ്ട്, പിശാചും ഉണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ. അപ്പൊ ദൈവത്തിന്റെ പുസ്തകത്തിൽ ആരെഴുതിയിട്ടുണ്ട്? നീതിമാന്മാരെ എഴുതിയിട്ടുണ്ട്. ഇതിലൊരാളെ ഈ സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? ദൈവം. എന്നാ പിശാചിന്റെ ആഗ്രഹം ഏതാ? അത് പറ്റില്ല. അത് അവിടെ അവന്റെ ആളെ കൊടുക്കും. അങ്ങനെ വരുമ്പോ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്
മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലവും അല്ല, മക്കൾ യഹോവ നൽകുന്ന, ഞാൻ തെറ്റിപ്പറ്റി ഞാൻ തിരുത്ത്, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും. ഉദരഫലം കിട്ടുന്നത് എങ്ങനെ കിട്ടുള്ളൂ? പ്രതിഫലമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ജന്മം കിട്ടാൻ ഗർഭ സമയത്ത് കർത്താവും വരും, ശത്രുവും വരും. രണ്ടുപേരും അവരവരുടെ ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷെ അവൻ നിന്ന് തർക്കിച്ചു വാദിക്കും. അവൻ വാദിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് എന്റെ ആളാണ്. ഈ സ്ത്രീയും ഇവളുടെ ഭർത്താവും ഈ പുരുഷനും ഇവളുടെ കുടുംബത്തെ എന്റെ ആളാണ്. എന്താ കാര്യം? തെളിവെന്നാ? സ്വമേധാഭാവം വീണിട്ടില്ല. അതുകൊണ്ട് പുസ്തകത്തിലുള്ളവരെ കിട്ടാൻ പറ്റും, പുസ്തകത്തിലുള്ളവരെ കൊടുക്കാൻ പറ്റില്ല. വാദം ദൈവം നീതിമാനാണ്. വാദം ശരിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? കൊടുക്കണം. ശരി, ഇങ്ങനെ ജനിച്ചത് ആര് എന്ന് പറഞ്ഞു? യൂദ ഇങ്ങനെ ജനിച്ചതാണ്. കാരണം എന്താ? യൂദയുടെ അമ്മയുടെ ജീവിതത്തിൽ പാവം കിടക്കുന്നു, പിന്നെ അപ്പന്റെ ജീവിതത്തിൽ പാവം കിടക്കുന്നു, പിന്നെ തലമുറയുടെ പാവം കിടക്കുന്നു. അതുകൊണ്ട് പിശാച് പറയുന്നത് അവന്റെ ശ്രദ്ധയിൽ കൊടുക്കണം. ദൈവം ആദ്യമാണെന്നും പരിശോധിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയുന്നത് ശരിയാ. ദൈവം സമ്മതിച്ചു, ശരി കൊടുത്തു. അങ്ങനെ അവന്റെ പ്രജയെ ഗർഭം കൊടുക്കുന്നത് ദൈവമാണ്, ജന്മം കൊടുക്കുന്നത് ദൈവമാണ്. പക്ഷെ അതിന്റെ അവകാശി ശത്രുവാണ്. അങ്ങനെ ലഭിച്ചതാണ് യൂദയുടെ അമ്മയ്ക്ക്. ആരെ? യൂദയുടെ. അപ്പോൾ അവന്റെ ഉള്ളില് അപ്പോൾ തന്നെ, ഈ ജനിച്ചപ്പോൾ തന്നെ കർത്താവ് കൈവിട്ടു. ഇനി കർത്താവ് അതിലിടപെടില്ല. ഏതില്? ഇവന്റെ കാര്യത്തിൽ, ഇവന്റെ പരമാധികാരത്തിൽ ഇടപെടില്ല. എന്നാൽ സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്ന എല്ലാ ഉപകാരങ്ങളും, എല്ലാ സംരക്ഷണങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും അവനും കൊടുക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കും. പിന്നെ അവർ ജനനം മുതൽ പോഷ്ക് പറഞ്ഞ് തെറ്റുന്നത്. അവർ ജനനം മുതൽ അവരുടെ വായിലുണ്ടത് ഏതാ? പോഷ്ക് എന്ന് പറഞ്ഞാൽ നോണ. ആ പോഷ്കുണ്ട്. അവർ തെറ്റി നടക്കും. എത്ര പറഞ്ഞാലും അവർ തെറ്റി. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം കണ്ടിട്ടുള്ള ജനം, ദൈവത്തിന്റെ പുസ്തകത്തിലുള്ള ഒരാളെയാണ് ഈ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കും. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില ക്രിയകളൊക്കെ ഉണ്ട്. ദൈവം വിശദീകരിക്കും, ശുശ്രൂഷ, ചില കാര്യങ്ങളെല്ലാം അതിന്റെ പഠിച്ചോണം. ഒരു നീതിമാന്റെ ജനനത്തെ നമ്മൾ പഠിച്ചോണം. തന്റെ പുസ്തകത്തിൽ എഴുതുന്നു, യഹോവ അവർക്ക് ഗർഭം നൽകി, ഗർഭത്തിൽ തന്നെ ദൈവം പേര് വിളിച്ചു, പിന്നെ ഗർഭത്തിൽ തന്നെ തന്റെ ദാസനാക്കി, പിന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അതായത് ഈറ്റുനോവ് കിട്ടുന്ന ഭാഗം ഗർഭത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. പിന്നെ ഗർഭത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ഗർഭത്തിൽ നിന്ന് എടുത്തത് ആരാ? ഈ ഒരു കൂട്ടരെ എടുക്കുന്ന ആരാ? കർത്താവാണ് എടുക്കുന്നത്. എടുത്തു, പുറത്തേക്ക് വന്നു. ജനനത്തിങ്കൽ തന്നെ ഒരു നീതിമാന്റെ ജനനത്തെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ട്. അത് കംപ്ലൈന്റ് ഓർമ്മയിലിരിക്കണം. ജനനത്തിങ്കൽ തന്നെ വേർതിരിച്ചു. അടുത്തത് ബാല്യം മുതൽ നീ എന്റെ ദൈവം. അവന്റെ ദൈവം എന്ന് പറയുന്നത് സത്യദൈവമായിരിക്കും. ഇവന്റെ ബാല്യത്തിൽ ദൈവം അവനെ സ്നേഹിക്കുന്നു. സമയമാകുമ്പോൾ അവൻ സത്യത്തെ വെളിപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്നു. അങ്ങനെ പോവാണ്. പിന്നെ അവൻ രക്ഷിക്കപ്പെട്ടു പോവുക. അതാണ് ഒരു നീതിമാന്റെ ജനനത്തെ കുറിച്ച് കർത്താവ് വചനം പറയും. എന്നാൽ ദുഷ്ടന്മാരെന്ത് ചെയ്തിരുന്നു? ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരുന്നു. അതിൽ ദൈവം അംഗീകരിക്കുന്നു.
നീതിമാനാണെങ്കിലും കർത്താവാണ് ഉറപ്പിടിച്ചതെങ്കിലും കർത്താവാണ് എടുത്തതെങ്കിലും ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുഴു ലോകം എവിടെ കിടക്കുന്നു? ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇവനിലും വെച്ചിട്ടുണ്ട് ഏത്? സ്വമേധാഭാവം. ആരിലും? ദൈവത്തിന്റെ ജനത്തിലുമുണ്ട് സ്വമേധാഭാവം, ദൈവം കണ്ടിട്ടില്ലാത്ത ജനത്തിലുമുണ്ട് സ്വമേധാഭാവം. അതുകൊണ്ട് ജനിക്കുന്ന എല്ലാ മക്കളും ആരാ? നിഷ്കളങ്കരല്ല. എല്ലാ മനുഷ്യരും വക്രതയാണ്. അതാണ് വചനം പറയുന്നത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് പത്രോസ് പ്രസംഗിയും പറയുന്നതാണ്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. ഇത് മുഴുവൻ വക്രതയുള്ള തലമുറയാണ്. കാരണം ഇതിൽ നിഷ്കളങ്കർ എന്ന് പറയുന്നതൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നതാകട്ടെ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്താണ്? നിഷ്കളങ്കതയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ അത് ദൈവം നിശ്ചയിച്ചതാണ്. ഈ ലോകത്തിൽ വന്നതിന് ശേഷം എല്ലാ മനുഷ്യരെയും ദുഷ്ടരെ പോലെ നീതിമാന്മായ മനുഷ്യരും സ്വമേധാഭാവത്തിൽ മുമ്പോട്ട് പോവാൻ. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോ അയ്യോ തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ കിടക്കുന്ന പാപം. സ്വമേധാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല. ശൗലിന്റെ സ്വമേധാഭാവം തന്നെ. ശൗലിന്റെ സ്വമേധാഭാവമാണ് ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യുക. 4 പേര് നിൽക്കുമ്പോ അവനെ അപമാനിച്ച് അവൻ സഹിക്കില്ല. 4 പേര് നിൽക്കുമ്പോ അവനൊന്ന് സാറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മനുഷ്യരുടെ മാനം, അതാണ് അവന്റെ സ്വമേധാഭാവം. ഇതിനാണ് അവൻ കീഴ്പ്പെട്ടിരിക്കുന്നത്. യൂദയുടെ സ്വമേധാഭാവം എന്താ? ദ്രവ്യാഗ്രഹം. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഓരോരോ പാപങ്ങൾ കൂടിച്ചേർന്നിരിക്കുക, അവരെ ചേർന്നിരിക്കുക. ഇതെല്ലാം കൊടുക്കുന്നത് ഓരോ അന്യദൈവ പിശാചിന്റെ കീഴിലുള്ള ദൂതന്മാരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഇരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ തലയിൽ കെട്ടൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു ആരാധനാ സ്ഥലമുണ്ട്. അവിടെ പോകുന്നവരെ ശ്രദ്ധിച്ചറിയാം, യാതൊരു ജൈവിക വിഷയമോ സ്ത്രീ എന്ന് പേര് പറയാൻ പോലും അത്ര വെറുപ്പാണ്. അത്രമാത്രം വ്രതത്തിനാ പോണേ. ഒരു ഭയങ്കര കാര്യമാട്ടോ. അത് നമ്മൾ ചിന്തിച്ചത് ആണെടുത്ത് അഴിച്ചു വെച്ച ഒരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടായ സംഭവമാണ്. ഇപ്പൊ അതിനകത്ത് കുപ്പിയിരിക്കും. അപ്പൊ മറ്റേ കാര്യത്തിൽ ഇത്രയും വലിയ കാര്യത്തിലുള്ളവർ ഇതെന്നെ മനുഷ്യൻ അത് കൊള്ളാലോ. ഇവിടുന്ന് തെക്ക് വടക്ക് ഭാഗത്ത് ഒരാളിരിപ്പുണ്ട്. ആരെന്നറിയാം? തൃശ്ശൂർ കപ്ര. പേര് പറയാൻ പാടില്ല. തൃശ്ശൂർ കപ്ര ആളിരിപ്പുണ്ട്. അവിടെ എന്നറിയാം, മദ്യം എന്ന് പറയുന്ന പേര് പറയാൻ പാടില്ല. പക്ഷേ ഉണ്ടല്ലോ, മറ്റേ കാര്യത്തിൽ ആൾ വിദഗ്ധനാണ്. അവിടെ ചെല്ലുന്നവർക്ക് അതൊക്കെ പാസ്സാണ്. അതും കുഴപ്പമില്ല. അതൊക്കെ മനുഷ്യൻ. ഇല്ല, കണ്ണൂർ ഒരാളിരിപ്പുണ്ട്. കണ്ണൂർ ഒരാൾ. അവിടെ ഒരു മനുഷ്യൻ ആരാധിക്കാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ഇറങ്ങണ വഴി കഞ്ഞിയും പയറും അതൊക്കെ സാധനങ്ങൾ. അവന്റെ അവിടുത്തെ ദൈവം ഏതാ? വേറൊരു ആരാധനാലയത്തിൽ ഇരിപ്പുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കാലം മോശം. ഈ വാതിലിട്ട് പറഞ്ഞു പോയാൽ ഇത് ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കുന്ന. അപ്പോ വേറെ സ്ഥലത്തിരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെ ഇതല്ല ഉള്ളതാ. അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഇരിക്കുന്നതാണ്. ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പൊ ചോദിച്ചു പറയാ, അങ്ങോട്ട് കൊടുത്തോളണം, ഇങ്ങോട്ടൊന്നും ഇല്ലെന്ന്. അപ്പൊ കൊടുക്കേണ്ടത് എന്താ? ദ്രവ്യമാണ്. അപ്പൊ അവിടുത്തെ ദൈവം ഏതാ? ദ്രവ്യമാണ്. ഇപ്പൊ മനസ്സിലായോ? ഒന്ന് രണ്ട് മൂന്നെണ്ണം മനസ്സിലായല്ലോ. നമ്മള് ക്രേത്തരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താ? ക്രേത്തർ
സർവദാ അസത്യവാദികളും മടിയന്മാരായ വെരുവയർമാരുമാണ്. ഇത് തന്നെ വേദവശം വായിച്ചിട്ടില്ല. ടിത്തോസിന്റെ രംഗത്ത് എഴുതിയിരിക്കുന്നതാണ്. ക്രേത്തർ സർവദാ അസത്യവാദികളും മടിയന്മാരായ വെരുവയർമാരുമാകും. അപ്പൊ അവരുടെ ദൈവം ഏതാ? നാക്കെടുത്ത നുണയെ പറയുള്ളൂ. മാത്രമല്ല അസത്യവാദികള് നുണ പറഞ്ഞാൽ അത് സ്ഥാപിക്കാൻ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. വെരുവയർ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്നതല്ല. ഇതെല്ലാം അവരുടെ സ്വമേധാഭാവങ്ങളാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, മദ്യം, ജഡം, വയറ്, ദ്രവ്യം, ഇങ്ങനെ വിവിധമായ നിലയിൽ പങ്കിട്ട് കൊടുത്തേക്കുക ഈ ലോകത്തിലുള്ളവർ. അതുകൊണ്ടാണ് വചനം പറയുന്നത് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ബാക്കി ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. സകല ലോകം കിടക്കുന്ന എവിടെയാ? ദുഷ്ടന്റെ കയ്യിൽ. ഭൂമി എവിടെ ഏൽപ്പിച്ചിരിക്കുന്നു? ദുഷ്ടൻ. ബഹുവചന ദുഷ്ടന്മാരുടെ എന്ന് പറഞ്ഞാൽ ഈ മുഴു ലോകത്തെയും ഭരിക്കുന്നത് പിശാചാണെങ്കിലും അവരുടെ കീഴിലുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ലോകം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ വരുമ്പോ നമ്മൾ പ്രാർത്ഥനയ്ക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ലേ? അത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ദേശത്തെ ഒരു ദുഷ്ടദൂതന് കൊടുത്തേക്കുക. ആ ദുഷ്ടദൂതനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്താന്നുള്ളത് ഇവിടുത്തുകാരെ നോക്കിയാൽ അറിയാം. അവർക്ക് അറിയാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവം അവരുണ്ടാവും. അത് അവന്റെ സ്വമേധാഭാവമാണ്. ഈ സ്വമേധാഭാവം ഇരിക്കുന്നിടത്തോളം കാലം ഇവൻ നിഷ്കളങ്കനാവില്ല. കാരണം ഒരുവൻ നിഷ്കളങ്കനായാൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പോയി ആരുടെ പക്ഷത്തിൽ നിന്ന്? ദൈവത്തിന്റെ പക്ഷത്തിൽ നിന്ന്. ദൈവത്തിന്റെ പക്ഷത്ത് ചെന്ന് നിഷ്കളങ്കനെന്ന് കർത്താവ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനൊരു കുഞ്ഞുണ്ടായ എങ്ങനെ ഇരിക്കുന്നറിയാം? എങ്ങനെ ഇരിക്കും? സങ്കീർത്തനം 37 പറയുന്നതാ. സങ്കീർത്തനം 37 കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് വിശ്വാസ ജീവിതത്തിൽ വന്ന് കല്യാണം കഴിച്ച് വിവാഹ ജീവിതം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് കടക്കുന്നവരെ അടിസ്ഥാനമായിട്ട് ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. എന്താ 37 നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. നിങ്ങൾ നിഷ്കളങ്കനെ എന്ത് ചെയ്യണം? കുറിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വെട്ടുകല്ലൊക്കെ വെച്ചിട്ട് എണ്ണും 1, 2, 3, 4, 5, 6, 7, 8, 9 പറഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം എണ്ണി തന്നെ വീണ്ടും ഉണ്ട്. അങ്ങനെ 2 പ്രാവശ്യം എണ്ണിയപ്പോഴത്തേക്ക് കേട്ടാ നീ എന്നെ കാണിക്കണേ, നീ എന്നെ എന്ത് ചെയ്യാം? ഒരു ചോക്ക് എടുത്തതിന് ശേഷം തോണ്ടി എണ്ണിന്ന് തോണ്ടി അങ്ങനെ എണ്ണിയപ്പോ കറക്റ്റായി. ഇതുപോലെ നിഷ്കളങ്ങനെ എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ആ നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാവും. സാധാരണ നിഷ്കളങ്കൻ, നേരുള്ളവൻ, സമാധാന പുരുഷൻ. ഇവർക്ക് എന്തുണ്ടാവും? സന്തതി. വേറെ ആർക്കും മക്കളുണ്ടാവും. കണ്ണൂരിൽ ഒരു മാസ്റ്റർ പ്രസംഗിച്ച് ഒരാള് സഭയിൽ പോയി. എന്താ കുട്ടികൾ ഉണ്ടാകാത്ത? എന്താ സമാധാന പുരുഷനായി പണ്ടേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ വചനത്തിന് പൊരുൾ മനസ്സിലാക്കണം. എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു പ്രജകൾ 2 വിധമാണ്. ഒന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളത്, ഒന്ന് പിശാചിന്റെ. സമാധാന പുരുഷനായി കഴിഞ്ഞാൽ, നിഷ്കളങ്കനായി കഴിഞ്ഞാൽ ഏത് മക്കളെ കിട്ടും? അവരാ പുസ്തകത്തിലുള്ളത്. ഇതാ ഇസ്രായേലിന്റെ ദൈവം ഉദ്ദേശിച്ച്. ദൈവം ഇസ്രായേലിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശത്രുവിന്റെ ഒരു കുഞ്ഞു പോലും ഇസ്രായേൽ ജനിക്കരുത്. അറിയാമോ? ഇന്ന് ഈ ഇരിക്കുന്ന നമ്മളെല്ലാം, അല്ലെങ്കിൽ നീ ശുശ്രൂഷിക്കേണ്ട സ്ഥാനത്ത് ഒരു യഹൂദൻ നിൽക്കണ്ട. മറ്റൊരു വാക്കി ഈ ഇരിക്കുന്ന നമ്മ എല്ലാം എവിടെ ജനിക്കേണ്ടവരാ? നമ്മൾ കർത്താവിന്റെ പുസ്തകത്തിലുള്ളവരല്ലേ? ആണോ? അതെ. സംശയം ആണോ? നേരാ? നമ്മൾ കർത്താവിന്റെ പുസ്തകത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് എവിടെ ജനിക്കേണ്ടവരാ? യഹൂദനായിട്ട് ജനിക്കേണ്ട. കർത്താവ് പുസ്തകമായിട്ട്
എല്ലാവരുടെയും കുടുംബം ആര്? ദൈവം. പുസ്തകത്തിലുള്ളവർക്ക് നമ്മെ ഓരോരുത്തരെ കൊടുക്കാൻ അവിടെ അവരത് പ്രാപ്തരാകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യന് എന്തില്ല? അതെ, നിഷ്കളങ്കതയില്ല. നിഷ്കളങ്കതയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാ നമ്മൾ വന്ന് ഇവിടെ കർത്താവ്. അപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് ഇന്ന് ദൈവസന്നിധിയിൽ വന്നതിന് ശേഷം ഇത് നീക്കിക്കളയുവാണ്. ഏത് നീക്കിക്കളയണം? സ്വമേധഭാവം നീക്കിക്കളയണം. ഈ സ്വമേധഭാവം അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ നിഷ്കളങ്കനാണ്. അതിനു വേണ്ടിയിട്ട് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് ഉപേക്ഷിച്ചു. ഏതാ ഉപേക്ഷിച്ചേ? ഞാൻ എൻ്റെ ദൈവം ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് നടന്നത്? ഇനി അങ്ങനെയില്ല. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ വയറിന് വേണ്ടി ജീവിക്കില്ല, ദ്രവ്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കില്ല, ജഡത്തിന് വേണ്ടി ഞാൻ ജീവിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് തന്റെ പാപം അറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഉപേക്ഷിച്ചു കളഞ്ഞതോടുകൂടി ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. അങ്ങ് ആരായി തീർന്നു? അതാ ആ വിശ്വാസത്തിലേക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും? അത് കഴിഞ്ഞതിന് ശേഷം അത്രയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള പരമാർത്ഥത, നിഷ്കളങ്കത. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നതെന്നറിയാമോ? അങ്ങനെ വന്നു. അന്ന് കർത്താവ് സഭ മുഴുവനും അത് കണ്ടു. അത് നിഷ്കളങ്ക ഹൃദയത്തോടെ അവൻ പെരുമാറി. പാപം ഉപേക്ഷിച്ചു. മറ്റവൻ വെറുതെ ഇരിക്കില്ല. ആരാ? ഇവന്റെ അധികാരത്തിലായിരുന്നു, പിശാചിന്റെ അധികാരത്തിലായിരുന്നു. അവന്റെ കൈവിട്ട് പോയതാ. ഇപ്പൊ ആരാന്ന് പറഞ്ഞു? നിഷ്കളങ്കനാന്ന് പറഞ്ഞ് പോയതാ. ഇനി അവന് തെളിയിക്കണം. എന്താ? ഞാൻ തെളിയിച്ചു തരാന്ന് അവൻ പറയുന്നത്. എന്താ? ഇവൻ ആരാന്നറിയോ? ഇവൻ നിഷ്കളങ്കനല്ല എന്ന് തെളിയിക്കണം. അത് തെളിയിക്കണം. പിശാച് തെളിയിക്കണം. കർത്താവിന്റെ ശരീരം വാദം തുടങ്ങി. അങ്ങനെ വരുന്നതാണ് എന്തൊക്കെയാ? കഷ്ടത, ഉപദ്രവം, അപമാനം, നഷ്ടം, അന്യായം. എത്രേ വരുന്നവൻ ഇത് എഴുതി കൈപ്പിച്ചോ. വിശ്വാസത്തിൽ വരുന്നവൻ നിഷ്കളങ്കനാകാൻ എന്റെ സ്വമേധാഭാവം വിട്ടതിന് ശേഷം ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ ഒരുത്തൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ 5 കാര്യത്തിൽ ഏതെങ്കിലും ഇവൻ എന്ത് കാണിക്കും? ഇവൻ കപടം കാണിക്കും. ഇവൻ ഇവന്റെ സ്വമേധാഭാവം വിട്ടതെടുക്കും. കർത്താവ് സ്വന്തമാണ്. കർത്താവ് അനുവദിക്കാതിരിക്കാൻ സാധിക്കില്ല. സാധാരണ പരീക്ഷ തുടങ്ങി. ശൗല് യുദ്ധത്തിന് കൂടിയിരിക്കുക. കർത്താവിന്റെ കൽപ്പന ഉണ്ട്. ശൗലും കൂട്ടരും ഒരു സ്ഥലത്ത് പാളയം ഇറങ്ങി. തൊട്ടപ്പുറത്ത് ഫെലിസ്തീനും ഒന്ന് പാളയം ഇറങ്ങി. അവരെല്ലാവരും കൂടി എണ്ണമില്ലാത്ത സംഖ്യ, അത്രയധികം ജനത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെയ്തപ്പോ ഇപ്പൊ ഇവരെ നശിപ്പിക്കും. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ശൗലാണെങ്കിലും വരുന്ന സമയത്തായിട്ട് വന്നിട്ടുള്ളൂ. പിന്നില് പ്രവർത്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് കടലാസ് എഴുതി പിടിച്ചോളണം എന്ന് പറയും. കടലാസ് എഴുതി വായിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇതിന്റെ പിന്നില് ശത്രുവാണെന്നുള്ളത് ശൗല് മനസ്സിലാക്കിയില്ല. കുറെ നേരം മുന്നതിന് ശേഷം ഇല്ലേ ഫെലിസ്തീൻ വരുന്നു. ശൗലിനോട് കൂടെ വന്നവർ പറയാ, ഫെലിസ്തീൻ വരുന്നു, ഞാൻ പോവാ, എനിക്ക് പേടിയാ, എന്റെ കുടുംബത്തോ അവന്റെ വഴിക്ക് പോകും. വേറൊരുത്തൻ ഇതുവരെ യാതൊരു കഴിഞ്ഞില്ല, ഇപ്പൊ ശത്രു അങ്ങ് വരും, ഞാൻ എന്റെ വഴിക്ക് പോവാം. ഇങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇവന്റെ സമേതഭാവം ഏതാ? ജനത്തിന്റെ മാനമാണ്, പൊതുജനത്തിന്റെ മാനമാണ്. ബഹുജനത്തെ മാനിച്ചാണ് അവന്റെ ജീവിതം. എല്ലാവരും അവനെ മാനിക്കണം, അല്ലാതെ വേറൊരു ഉദ്ദേശം അവനില്ല. ദൈവം മാനിച്ചില്ലേലും കുഴപ്പമില്ല. ഒടുവിൽ എല്ലാവരും തന്നെ വിട്ടുപോകുന്നത് ശത്രു അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ വേറെ യാഗം കഴിച്ചു.
അവൻ കയറി യാഗം കഴിച്ചു. തത്സത്രം അവൻ ഏതിന് വീണു? അവൻ സ്വമേധാപാപത്തിന് വീണ്ടും വീണു. എങ്ങനെ വന്നാണെന്നറിയാം? ശൗലിന്റെ ആദ്യത്തെ ജീവിതം ഓർക്കണം. ശൗല് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അഭിഷേകം ചെയ്ത് വന്നപ്പോ ഒരു സ്വമേധാഭാവനില്ലായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. ആ കാര്യം വിട്ടതിന് ശേഷം ഈ സ്വമേധാഭാവം തിരിച്ചു വന്നു. സ്വമേധാഭാവം തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേരെന്നറിയാം? 32 ആവർത്തന പുസ്തകം 32:5 അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്ങ് മാത്രമേ. അവർ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്ത് കൊണ്ടുവന്നതാണ്. കർത്താവ് കൊണ്ടുവന്ന് ഇതങ്ങ് എടുത്ത് മാറ്റി. ദൈവമക്കൾക്ക് പാടില്ലാത്ത കാര്യം, ഏത് കാര്യം? സ്വമേധാഭാവം അങ്ങോട്ട് മാറ്റിയതിനു ശേഷം അവനെ നിഷ്കളങ്കനാക്കി. എന്നിട്ട് അവനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പരിശോധനയിൽ അവൻ തോറ്റുപോയി. പരീക്ഷയിൽ അവൻ തോറ്റുപോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ നഷ്ടപ്പെട്ട ഉപേക്ഷിച്ച ഭാവം തരികയാണ്. ആ സമയം മുതൽ അവന്റെ പേരാണ് എന്താ? സ്വയകളങ്കം എന്ന് പറഞ്ഞാൽ സ്വമേധാഭാവം തന്നെയാണ്, സ്വയകളങ്കം. അപ്പൊ സഭയിൽ കൂടി വരുന്നതിൽ തന്നെ ഈ കൂട്ടര് പുറത്തില്ല. ദൈവസഭയിൽ കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഘടന ഓർത്തോളണം. എല്ലാവരും നിഷ്കളങ്കരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് മുൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ വന്നതിന് ശേഷം ദൈവത്തിന്റെ വചനം നിഷ്കളങ്കരാകാൻ കൊടുത്തിരിക്കുന്നു. ഇത് അറിഞ്ഞ് കർത്താവിലേക്ക് വരുന്നവൻ സ്വമേധാഭാവത്തെ വിട്ട് നേരോടെ ജീവിക്കാൻ നിഷ്കളങ്കനായി തീർന്ന് ദൈവമക്കളായി തീർന്നു. എന്നാൽ ശത്രു അവകാശം പറഞ്ഞ് ഇവനെ പരീക്ഷിച്ച് വീണ്ടും ഇവനെ പാപത്തിൽ അകപ്പെടുത്തുമ്പോൾ അവന് വരുന്ന പേരാണ് ഏത്? സ്വയകളങ്കം. അപ്പൊ ഏത് പദവി പോയി? ദൈവമക്കൾ എന്നുള്ള പദവി പോയി. അപ്പൊ ഓർത്തോളണം, ദൈവമേ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇത്രയും നാളായി, എന്റെ പേരെന്നാണ്? എന്റെ പേരെന്താ? ദൈവവൈതലെന്നാണോ അല്ലയോ സ്വയകളങ്കം എന്നാണോ? ഇവിടെയാണ് ദൈവത്തിന്റെ വചനം. ഈ വ്യവസ്ഥയിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവസഭയിൽ ഒരു കുഞ്ഞി ജനിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്ത് ജാതികൾക്ക് മക്കൾ ജനിച്ചാൽ ഇത്രയും വർഷത്തുമില്ല. വിശ്വാസത്തിൽ വിശേഷ കർത്താടദാസന്മാർക്ക് മുന്നിൽ ഉണ്ടാവുക കണ്ടിട്ടുണ്ടോ? എന്താണ് അവരെ കൊണ്ട്? എന്തായ കാരണം? ദൈവത്തിന്റെ ആഗ്രഹം എന്നറിയാം. ദൈവത്തിന്റെ ആഗ്രഹം 75-ാമത്തെ വയസ്സിൽ കർത്താവ് അബ്രഹാമിനെ വിളിച്ചതാ. 75-ാമത്തെ വയസ്സിൽ കർത്താവിനെ വിളിച്ചിട്ട്, നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണ്ട, 75-ാമത്തെ വയസ്സിൽ കർത്താവിനെ വിളിച്ചിട്ട് കർത്താവ് വഴി നടത്തി. 99 കുഞ്ഞുണ്ടായിട്ടില്ല, വാഗ്ദത്ത സന്ധതി ഉണ്ടായിട്ടില്ല. ഇത്രയും താമസം എന്തിനാ? കേട്ടോ, നമ്മൾ കേട്ടല്ലോ. എന്താ? നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. അപ്പൊ ഇവൻ 99-ാമത്തെ വയസ്സിൽ കർത്താവ് ഒന്നിച്ച് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. ഞാൻ ആരാ? സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. കാരണം നിനക്ക് വാഗ്ദത്തം ചെയ്തത് ഇന്ന് വരെയും തരാൻ സാധിച്ചിട്ടില്ല. നീ ഇന്നും ആരില്ല? നിഷ്കളങ്കനല്ല. അവൻ ഹൃദയം കൊണ്ട് നിഷ്കളങ്കനാ. പക്ഷെ ജീവിച്ചാലേ, ഒരാൾ പറഞ്ഞതാ, ഈ പറഞ്ഞത് കൊണ്ടുണ്ടല്ലോ, ബോംബെ പോയി ജീവിച്ചാലുണ്ടല്ലോ, കാണുന്നവൻ ക്രിക്കറ്റ് തോന്നും. ബോംബെ നഗരത്തിൽ പോയിട്ടേ ജീവിച്ചിട്ട്, നിങ്ങൾ ഈ പറഞ്ഞില്ലേ, മീശം പിടിച്ച് നിഷ്കളങ്കനായിട്ട് ബോംബെ പട്ടണത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കാണണമെന്നല്ല ഇങ്ങനെ തോന്നുള്ളൂ.
അതാണ് അബ്രഹാമിന് സ്വഭാവ വിഷയത. നിഷ്കളങ്കനായി നടക്കാൻ ആഗ്രഹമുണ്ട്, നല്ല വ്യക്തമല്ല, നല്ല കുഞ്ഞായിട്ട് ജീവിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ, സാറായി കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ എല്ലാവരും അബ്രഹാമിനെ അല്ല നോക്കണേ, പിന്നെ ആരെയാ? എന്താ കാരണം? നല്ല സൗന്ദര്യമുണ്ട്. അപ്പൊ വിളിക്കപ്പെട്ടവനാ, എല്ലാം വിട്ട് അറിയില്ല. പക്ഷെ അബ്രഹാമിന്റെ ഉള്ളിൽ ചിന്തി അവർ ആദ്യമാണ് എന്താ, എന്നെ തല്ലിക്കൊന്നു എന്തോഴി സാറായി. അപ്പൊ എന്ത് ചെയ്യണം? ഇച്ചിരി സൂത്രാക്കും. അതിന് വേണ്ടിയിട്ട് പറയും, ഇവിടെ ആരാ എന്റെ പെങ്ങള എന്ന് പറഞ്ഞ, പെങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പെങ്ങളല്ലേ, അതാണ് അതിന് ശരി. അതായത് എവിടുന്ന് വരുന്നതാ? കളങ്കരയിട്ട് വരുന്ന പെങ്ങളാണെന്ന് ഒരാള് ബോട്ടില് ആ കാല് കഴുത്തിന് വെള്ളമുള്ളൂ, കഴുത്തിന് വെള്ളമുള്ള തോട് കനാലാണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ അത്രയൊന്നും ഇച്ചിരി വെള്ളം കിട്ടും. തട്ടിച്ച് മൂത്ത് വന്ന് പറയാ, അത് ഞാൻ പറഞ്ഞു തലകുതി എന്നല്ല, ഇങ്ങനെ നിൽക്കപ്പെടില്ല, അതല്ല ഇങ്ങനെ കൃത്യം കഴിഞ്ഞതായി. ഇതൊരു ന്യായം എന്ന് മാത്രമേ ഉള്ളൂ. എന്താ, കളങ്കമുള്ളവന്റെ വായ തുറന്നറിയാം, കർത്താവ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. പുസ്തകം പിടിച്ചോണ്ട് വരാൻ തുടങ്ങിയിട്ട് നാളായി. ആരുടെ അടുത്താ? അബ്രഹാമിന്റെ അടുത്തല്ല, സാറായുടെ അടുത്ത്. സാറായുടെ അടുത്ത് വരുമ്പോ ഇന്ന് അവന് കൊടുക്കണോ, കൊടുത്തു പോയാൽ ആരെ കൊടുക്കണമെന്നറിയാം. അതിന് മുമ്പ് കൊടുത്തു അറിയാം. അതിന് മുമ്പ് കൊടുത്തു ഒരാളാരാ? ഈസ്മായിലിന് കൊടുത്തു. അവനെ പരിഹാസിയ, തലവേദന. അവൻ ഏത് തരത്തിലുള്ള മനുഷ്യനാ? അബ്രഹാമിന്റെ സന്തതിയാ, പക്ഷെ കാട്ടുകഴുതമുള്ള മനുഷ്യനാണ്. അതാണ് ഈ പദവി. വിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ, കർത്താവിനെ അറിഞ്ഞാൽ, ദൈവവുമായിട്ട് ബന്ധത്തിൽ തന്നെത്താൻ സംഭവിക്കുന്ന കാര്യമാണ്. ഏത് തരത്തില തന്നെ? കാട്ടുകഴുത, പിന്നെ പരിഹാസി, പിന്നെ ആളുകൾക്ക് പഴഞ്ചൊല്ല. മുച്ചീട്ട് കളിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇരുന്നോണ്ട് പറയാ, ഒരാള് എനിക്കൊന്ന് ചീട്ട് കിട്ടി. ദേവസ്വം ഉദ്ദേശിക്കും 3 മക്കളുള്ള പോലെ. മുച്ചീട്ട് കളിക്കാരുടെ അടുത്ത് അവരെടുത്ത് പറയാ, 3 ചീട്ട് എടുത്തേച്ച് പറയാ, 3 ചീട്ടാച്ചോ, ജയിക്കുന്ന ഒരു ചീട്ടും അതിനകത്തില്ല. അത് നോക്കിയതിന് ശേഷം പറയാ 3 ചീട്ട് കിട്ടി. ഇവിടെ ദേവസ്വം ഉദ്ദേശിക്കും 3 മക്കളുണ്ട്. അതില് ഒറ്റ കോളേജിൽ പഠിക്കാം, 3 പ്രാവശ്യം എന്നായി പറഞ്ഞു. 2000 പേര് പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ വീട്ടിൽ വരാന്ന് ചിലപ്പോൾ എളുപ്പമുള്ള കാര്യമാണോ? ഇത് 3 എന്താ പറയാ, വഴിയെ പോകുമ്പോഴത്തേക്കും ആളുകൾ പരിഹസിക്കാം, ഇതേടാ ഒലിവുതൈകൾ പോകും, നിന്റെ മക്കൾ നിന്റെ വയസ്സിക്ക് ചുറ്റും ഒലിവുതൈകളും. മൊത്തം അത്ര ഒലിവാ. ഇത് എവിടെ നിന്ന് വരുന്നത്? എവിടെ നിന്ന് വരുന്നത്? ഇങ്ങനെ സംഭവിക്കാൻ 99 വയസ്സ് വരെയും ദൈവം കാത്തത് ദൈവത്തിന്റെ നീതിയാണ്. ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി, ഒരെണ്ണം ആയുസ് അതുകൊണ്ട് തീർന്നു. ദൈവഭയത്തോടുകൂടി, വിറയലോടുകൂടിയാണ് ഈ വിഷയം അറിയുന്നവർ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭയത്തോടും വിറയലോടു കൂടിയാണ്. കർത്താവേ, യോഗ്യ കിട്ടിയതുപോലെ ഒന്ന് എനിക്ക് കിട്ടരുത് കർത്താവേ. കാരണം വചനം പറയുന്നത്, കർത്താവിന്റെ വചന അനുസരിച്ച് ജീവിച്ചാൽ നീ ആപത്തിനായിട്ട് ഏശയ്യാപ്രവചനം 65-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവർ വൃഥാധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുക. അപ്പൊ പ്രസവം 2 തരമുണ്ട്. ലോകത്തിൽ പറയപ്പെടുന്ന സിസേറിയൻ ഉണ്ട്, സ്വമേധ സാധാരണ തരമുണ്ട്. ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല. എന്താടാ? ആപത്തിനായിട്ട്
ചിലതിന് ജനിച്ചു കഴിഞ്ഞാൽ അതെന്താ, അത് അത്ര ആപത്ത. മറ്റൊന്നോ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പ്രതികരിക്കുന്നത്, രണ്ടിന്റെ 15, 1 തീമോത്തി 2:15. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ, വിശുദ്ധീകരിക്കാനായിട്ട് സമയമില്ല, സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് എന്ത് ചെയ്യും? അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ടാ? രക്ഷയ്ക്ക്. മറ്റതോ മറന്നുപോയി, ആപത്തിന്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ലോകത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് രണ്ട് കാര്യത്തിനാ. എന്തിനാ? ഒന്നുകിൽ ആപത്തിന്, അല്ലെങ്കിൽ ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവസഭയിൽ ഒരെണ്ണം പോലും ശത്രുവിൻ്റെത് ഉണ്ടാകരുതെന്ന് കരുതി വ്യവസ്ഥ പ്രകാരം ചട്ടം തന്നാണ് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വചനം പറയുന്നത് ഇന്നും സാധിക്കുന്നില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചവനാണ്, എല്ലാം വിട്ട് ഇറങ്ങിപ്പോന്നവനാണ്, കർത്താവിന്റെ കൽപ്പന അങ്ങനെ തന്നെ അനുസരിക്കുന്നവനാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ജനിച്ചത് എങ്ങനെയിരുന്നു? കാട്ടുകഴുത, പരിഹാസി, അവനെ കൊണ്ട് വയ്യ. മാത്രമല്ല എന്തറിയോ, സകല സഹോദരങ്ങൾക്ക് നേരെ അവന്റെ കൈയായി. നമ്മൾ കാണില്ലല്ലോ, അവിടെ നിന്ന് കാണിക്കുന്നു. മധ്യപൂർവ്വ ദേശത്ത് കടന്ന് കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം എന്നും യുദ്ധമാണ്, മറ്റുള്ളവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇനി യുദ്ധം എല്ലാം തീർന്നു, ശരി, എല്ലാ യുദ്ധം തീർന്നു, നിങ്ങളുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുന്നിരിക്കട്ടെ. അപ്പൊ അവർ തന്നു യുദ്ധം. ഇത് ജനന വസ്തുതയാ. ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ഉള്ളതിന് അവസരം കൊടുക്കുന്നുണ്ടാ. അതാണ് അതിനെ പറയുന്നത്. അബ്രഹാം ദൈവം നോക്കിയിരിക്കുക. അബ്രഹാം പറഞ്ഞത്, ദൈവം പറഞ്ഞതിന് മുമ്പേ അവൻ പോയി എടുത്തതാ. ഇന്ന് ലോകം മുഴുവൻ പ്രശ്നക്കാരായി തീർന്നേക്കുക. എന്നാൽ 99 വയസ്സായപ്പോ അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാവും. സർവശക്തി നിനക്ക്, നീ പേടിക്കുന്ന തരത്തിൽ നീ ഒരു നിഷ്കളങ്കനാണെങ്കിൽ, നിന്നെ കൊന്നിട്ട് നിന്നെ തല്ലിക്കൊന്നതിന് ശേഷം നിന്റെ ഭാര്യനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ നോക്കിയിരിക്കോ? ആദ്യം നീ ആ വിശ്വാസത്തിലേക്ക് വാ. സൂത്രം കാണിക്കല്ലേ, വക്രത കാണിക്കല്ലേ. ജീവിതത്തിൽ ഇന്നും വക്രത വിട്ട് മാറാതെ. കാരണം ലോകത്തിന്റെ ഗതി അതാ. കാരണം എളിയവരുടെ വീടയും ദരിദ്രന്മാരുടെ വിശ്വാസം നിർത്താം. എളിയവരാണെങ്കിൽ എന്തുണ്ടാവും? ഒരാൾ ദേഷ്യപ്പെട്ട് വരിക, ഒരു ഓഫീസിൽ നിന്ന് ദേഷ്യപ്പെട്ട് വരിക, ആളാ ദേഷ്യം വന്ന് എന്തോ കാര്യങ്ങളിൽ മേലുദ്യോഗസ്ഥനെ ചെയ്ത പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയപ്പോ 3 ജോലിക്കാരിരിക്കുക. ഓഫീസിൽ നിന്ന് പുറത്തിറക്കി ഓഫീസർ ഇറങ്ങിയപ്പോ 3 ജോലിക്കാരിരിക്കുക. ഒരാള് നല്ല ആരോഗ്യവും ഇതുമാണ്, ഒരാള് ഒരു സാധുവായ, വേറൊരാള് എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ആ സാധുവായതിന്റെ പുറത്തേക്ക് ഒരു ചവിടം വെച്ചു. എന്താ മറ്റേ തൊഴിക്കാൻ? മറ്റവനെ തുടങ്ങിയില്ലേ? ായാൽ നിഷ്കളങ്കനായാൽ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും. അത് പേടിച്ചിട്ട് നമ്മൾക്ക് നിഷ്കളങ്കരായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ ചിന്തിക്കും? നിഷ്കളങ്കതല്ല, എനിക്കും പൊടികൈകളൊക്കെ അറിയാം, എനിക്ക് പൊടികൈകളൊക്കെ അറിയാമെന്നുള്ള പറയുന്നത്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. 100ാമത്തെ വയസ്സിൽ അബ്രഹാം മനസ്സിലാക്കി എന്താണ്? ദൈവം ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവമാണ്. ഞാനിങ്ങനെ കാണിക്കുന്ന സൂത്രങ്ങളൊന്നും വേണ്ട എനിക്ക് ജീവിക്കാൻ. ഇസ്രായേലിന്റെ ഭുജം ഇസ്രായേലിന് രക്ഷ വരുത്തുകയില്ല. ദൈവം വിളിച്ചാൽ അവൻ നിവർത്തിക്കാൻ ശക്തനാണ്. അവനെ ഞാൻ സഹായിച്ചിട്ട് വേണ്ട അവൻ എന്നെ സഹായിക്കാൻ. എന്റെ ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗത്തിലും, ഏത് വീഴ്ചയിലും ഇല്ലായ്മയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിപ്പാൻ കഴിവുള്ളവനാണ്
ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ആളാരായി തീർന്നു? നിഷ്കളങ്കനായി തീർന്നു. സമേതഭാവമൊക്കെ അങ്ങ് വിട്ടു, സൂത്രമൊക്കെ അങ്ങ് വിട്ടു, സൂത്രമൊക്കെ അങ്ങ് വിട്ട് നിഷ്കളങ്കനായി കൊടുത്തു. ആരെ കൊടുത്തു? ഒരു കുഞ്ഞി ജനിച്ചു. ആ ഇസ്ഹാക്കിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം. അങ്ങനെ കിട്ടും. നമ്മൾ പറഞ്ഞല്ലോ, നിഷ്കളങ്കനെ കൂറിക്കൊള്ളുക, നേരിടുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ആ ഉണ്ടായ സന്തതി എങ്ങനെയായിരുന്നു? സഹോദരൻ, ഈ വചനത്തിൽ, ഈ സത്യവേദപുസ്തകത്തിൽ ദൈവത്തെ ഇതുപോലെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനില്ല. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ. കാരണം വചനം എഴുതിയിരിക്കുന്നത് ഇസഹാക്കിന്റെ, തന്റെ അപ്പനായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവൻ, അവനെ കൊണ്ട് പ്രശ്നമില്ല. അയ്യോ ഇവൻ എന്തായി തീരും. ഒരുത്തനെ ബന്ധനപരമുള്ളവന്റെ അടുത്ത് കൊണ്ടുപോയിക്കുക. അവൻ പഠിക്കുന്നില്ല, എന്ത് ചെയ്താലും പഠിക്കില്ല. കുടുംബത്തിൽ എല്ലാവർക്കും പ്രശ്നം, നാട്ടുകാർക്കും പ്രശ്നം, വീട്ടുകാർക്കും പ്രശ്നം. അവനെ കൊണ്ടുപോയി ബന്ധനപരമുള്ളവന്റെ അടുത്ത് കൊണ്ടുപോയിക്കുക, പ്രാർത്ഥിച്ചിറക്കാൻ വേണ്ടിയിട്ട്, ഇവനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇവനെ നന്നാക്കണമെങ്കിൽ ഇങ്ങനെ ബന്ധനപരമുള്ളവന്റെ അടുത്തൊന്നും കൊണ്ടുപോകണ്ട. ആദ്യമേ തന്നെ വന്ന വീഴ്ച മനസ്സിലാക്കിയാൽ മതി. ഇതെങ്ങനെ ഇവനിവിടെ വന്നു, ഇവനെങ്ങനെ ഇങ്ങനെയായി, മുതലായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ വന്നോ, വിശ്വാസം വന്ന് ശോധന കഴിച്ചതിന് ശേഷം അവൻ ആരായി തീർന്നു? ദൈവത്തിന്റെ മക്കളെന്നുള്ള സ്ഥാനത്ത് മാറിയതിനു ശേഷം സ്വയകളങ്കമായി തീർന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അറ്റുപോയി. ഇങ്ങനെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് അറ്റുപോയ ഒന്നോ രണ്ടോ അല്ല വിശ്വാസബോധത്തിലുള്ളത്. വിശ്വാസ സമൂഹത്തില് നല്ലൊരു ശതമാനം ഇത് തന്നെയാണ്. ആരാണ്? സ്വയകളങ്കം, സ്വമേധാഭാവം. എത്ര പറഞ്ഞു ഊയാൽ നീ പോവില്ല, അവരുടെ പാപം നീ പോവില്ല. ആദ്യം കുറച്ച് കേട്ടപ്പോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴും ഒരു വലിയ സംഭവം ജീവിതം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു മാനസാന്തരമൊക്കെ ഉണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം അതിനും വലിയ വിളിയിലേക്ക്. ഇന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായി. കാരണം നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ നിഷ്കളങ്കനാകാൻ മുൻ നിയമിച്ചതാണ്, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. ഈ അന്ത്യകാലത്ത് തന്റെ പുസ്തകത്തിലുള്ള പ്രജയെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ കർത്താവ് സ്വന്തം ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് ലോകത്തിൽ വന്നതിന് ശേഷം പറ്റിയിട്ടുള്ള കറകളും സ്വമേധാ പാപങ്ങളും നീക്കി ഇന്ന് കർത്താവിന്റെ വചനപ്രകാരം ഒരു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും എന്ന് വചനത്തിലുള്ളത് പോലെ കർത്താവിനെ ശുശ്രൂഷിക്കാനായി കർത്താവ് സഭയിലേക്ക് നോക്കുമ്പോൾ ശുശ്രൂഷകരെ കാണട്ടെ. ഈ കൂട്ടത്തിൽ നിന്ന് ദൈവം ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തവരെ കാണട്ടെ. അവരാരായിരിക്കണം? നിഷ്കളങ്ക മാർഗത്തിൽ നടക്കണം. നിഷ്കളങ്ക മാർഗം അവനെ ഭരിക്കാത്തൊരു കാര്യമാണ് അത് സ്വമേധാഭാവം. ഇന്ന് കർത്താവിന്റെ വചനപ്രകാരം ഇതാ നമ്മെ കർത്താവ് വിളിച്ചെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യന് എന്തുണ്ട്? ഒരു സ്വമേധാഭാവമുണ്ട്. അവനെ ഭരിക്കുന്ന ഒരു പാപമുണ്ട്. ആ പാപം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആ ജീവിതങ്ങളാണ് ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ ശത്രു നമ്മുടെ മേൽ അവകാശം പറയുന്ന അവകാശത്തിന് ന്യായമില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അന്യായം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉപദ്രവം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഇതിലൊക്കെയും നമ്മൾ നിഷ്കളങ്കരെന്ന് തെളിയിച്ച് ദൈവത്തിൻ്റെതായി എന്നേക്ക് നിലനിൽക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് മുട്ടളടക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ആരാധിപ്പാൻ കർത്താവിനെ കർത്താവ് തന്നിരിക്കുന്ന സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രകാരത്തിലൂടെ തന്നെ നാളുകൾക്ക് ശേഷമായിട്ട് ചെല്ലാനും നമുക്ക് ആരാധന ദൈവം ഒരു സാവകാശവും കൃപയും നൽകി. അങ്ങനെ ഇന്ന് അവിടെ കടന്നു പോയിട്ടാണ് തന്നെ വേഗത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാനൊരു ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. മതി 18 കൂടെ 18. ഇവിടെ നാം വായിച്ചത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച്, ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞ് തുടങ്ങി എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. നമുക്ക് അത്താഴം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഒരു വിവാഹത്തോട് അനുബന്ധിച്ച് നമുക്കറിയാം, അതിൻ്റെതായ രീതിയിൽ തലേ ദിവസമൊക്കെ വളരെ ഗംഭീരമായിട്ട് അത്താഴം ക്രമീകരിച്ച് അതിലേക്ക് അനേകരെ നമുക്ക് അറിയാവുന്നവരും അതുപോലെ നാട്ടിലുള്ളവരും ബന്ധുക്കളുമൊക്കെ ക്ഷണിക്കും. അപ്പോൾ അത് നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് കടന്നു പോകും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ദാസന്മാരോട് പറഞ്ഞുവിട്ട് ഇവരെല്ലാം ക്ഷണിക്കുവാനായിട്ട് ഇങ്ങനെ അത്താഴത്തിന് ക്ഷണിച്ച് എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുവാൻ തക്കണമായിട്ടിടയായിരുന്നു. ഇത് കേട്ടപ്പോൾ എന്താണ്, ആ ക്ഷണിച്ച ക്ഷണം ലഭിച്ച ഓരോരുത്തരും ഒരേ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങിയതായിട്ട് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. കാരണം വെറുതെ ഒഴിവ് കഴിവല്ല, അതിന്റെ താഴേക്ക് വായിക്ക് പറയാം, ചിലര് ക്ഷമാപണം പോലും നടത്തും. ഈ കാര്യം ഒരു ഭാരമായിട്ട് എടുക്കരുത്, വരാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ നമുക്കറിയാം, യേശു പറയുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്നതാണ് സ്വർഗത്തിലെ ദൈവമാണ് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദാസന്മാരെ വിട്ടാണ് വിളിച്ചത്. എന്നാൽ പ്രകാരം ഈ വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിന്റെ പ്രകാരം ഒരു വചനമുണ്ട്. കർത്താവ് നേരിട്ട് വന്ന് വിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ വചനോട് വായിക്കും. 3-ന്റെ നമുക്ക് അവർക്ക് അറിയാവുന്ന വചനമുണ്ടായി. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇപ്പോൾ നമ്മുടെ ഹൃദയവാതിലിൽ കർത്താവ് മുട്ടുകയാണ്. അപ്പോൾ ഇപ്പോഴും യേശു പുറത്തു നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മോട് സംഭാഷിക്കുവാനും നമ്മുടെ അകത്ത് വരുവാനും ഒക്കെ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഹൃദയവാതിലിൽ മുട്ടുകയാണ്. ആ മുട്ടുന്ന ശബ്ദം നാം അനവധി നാളായി കേൾക്കുന്നു. ഇന്ന് വരെയും കർത്താവിന് വേണ്ടിയിട്ട് ആ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുവാൻ തക്കണമായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. കാരണം ഈ മുട്ടുന്ന ശബ്ദം കേട്ട് കർത്താവിന് ആ വാതിലൊന്നും തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് വരും. അതുപോലെ തന്നെ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ ആയിരുന്നുകൊണ്ട് അത്താഴം കഴിക്കുമെന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തുവാനായി കഴിയുമെന്ന് യേശു പറയുകയാണ്. കാരണം ശിഷ്യന്മാരെ ഏറ്റവും ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവരൊരു പ്രാഗൽഭ്യം പറഞ്ഞതാണ്, അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി. അപ്പം അനേകര് ഈ ലോകത്ത് അല്ലെങ്കിൽ ഇസ്രായേലില് ആ നാളുകളിൽ ഉണ്ടായിരുന്നു. യേശുവിനെ കണ്ടവരുണ്ട്. യേശുവിനെ നേരിട്ട് കണ്ടവരും അവന്റെ എല്ലാ അനുഭവങ്ങൾ നന്മയൊക്കെ പ്രാപിച്ചവരും അനേകർ ഇസ്രായേലിലുണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നതിന് ശേഷം പ്രത്യക്ഷനായതാണ് അവർക്ക് പറയുവാനുള്ള പ്രാഗൽഭ്യം. ശിഷ്യന്മാർക്ക് യേശുവിന്റെ സാക്ഷികളായിട്ട് നിന്നുകൊണ്ട് പറയുവാനുള്ള പ്രാഗൽഭ്യം ഇതാണ്, അവനോടുകൂടെ തിന്നുപിടിച്ചവരായ ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായിരിക്കും. ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് അവരെയാണ് തന്നെ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ദൈവത്തിന്റെ വചനം കേൾക്കുക. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ പ്രാണൻ അനേക നാളായിട്ട് ഏറ്റവും മെലിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരിക്കുന്ന പ്രാണൻ
ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഭക്ഷണമൊക്കെ ആഹരിച്ച് പുഷ്ടി പ്രാപിച്ചുകൊണ്ട് ഭൂമിയിൽ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ച് ആരാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ കർത്താവ് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തും. അല്ലെങ്കിൽ താഴെ നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ അതിന് താഴേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ക്ഷണിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ ആളുകളെ വിട്ടു. അവര് തിരിച്ചു വന്ന് പറഞ്ഞു, ഞങ്ങള് ക്ഷണിച്ചു, ഇങ്ങനെ അനേകടത്ത് പോയി ക്ഷണിച്ചു, പക്ഷെ അവരെല്ലാം ഒരേ ഒഴിവ് പറയുകയാണ്. അപ്പൊ ഇതിൽ ഒട്ടും താമസമില്ല, കാരണം ഭക്ഷണമൊക്കെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നീ വേഗം പോയി ക്ഷണിച്ചേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യരായിരിക്കുന്നവരെ ക്ഷണിച്ചിരിക്കണം. പറ്റുന്ന ഇവര് അവരെ ആഗ്രഹിക്കുക അവിടെ വന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്തവര് അവരെല്ലാം വഴിത്തലക്കിലൊക്കെ നിൽക്കുന്നവരെല്ലാരും പോയി നീ വേഗം ക്ഷണിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അവർക്കിത് കേട്ടപ്പോൾ എന്താണ്, ഒയ്യോ, അവർക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവര് വേഗം അകത്ത് കടന്നുമാറ്റില്ലേ. അപ്പോൾ പലപ്പോഴും നമ്മെ കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമ്മെ പലപ്പോഴും ആളെ വിട്ട് നമുക്ക് കടന്നു വരുവാനായിട്ട് കിട്ടുന്നില്ല. നാം പലപ്പോഴും ഒഴിവ് പറയുകയാണ്. പലതരം ന്യായങ്ങൾ, ഞാൻ നിലപിടിക്കുന്നു, അതുപോലെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അങ്ങനെ പലതരം ന്യായങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാനൊക്കെ തടസ്സങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ഭാഗ്യപദവി പ്രാപിക്കുവാൻ കഴിയാതെ ഈ കർത്താവിന്റെ നാമത്തെക്കുറിച്ചും ഒരു വിടുതൽ ഇല്ലാതെ ജീവിതത്തിലായിരിക്കുമ്പോൾ അവരുടെ കാര്യവും നമ്മളായിരിക്കുന്ന അനുഭവം ഒന്ന് ചേർത്ത് ചിന്തിക്കുമ്പോഴത്താണ് നാം ദൈവത്തെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായിരിക്കുന്ന രീതിയിൽ അവരുടെ നാമത്തിൽ സേവ കഴിക്കുന്നതുമായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹൃദയവാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിന് വാതിൽ തുറന്നു കൊടുക്കുവാൻ ആകട്ടെ എന്ന് ചുരുക്കമായിട്ട് പ്രബോധനം.
കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ സദ്യ ഒരുക്കിയതിന് ശേഷം വിളിക്കുന്ന വിളിയാണ് നമുക്ക് അവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ വിളിയാണ്. ആദ്യത്തെ വിളി ഏതായിരുന്നു? വിവാഹത്തിന് വരിക. രണ്ടാമത് സദ്യക്ക് വരിക. എല്ലാം ഒരുക്കിയതിന് ശേഷമായിരുന്നു രണ്ടാമത്തെ വിളി. രണ്ടാമത്തെ വിളി എന്ന് പറയുമ്പോൾ അതിൽ നിലനിൽക്കുവാൻ, അത് കേൾക്കുവാനും അതിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും ആ വിളി കേട്ടവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെ തള്ളിയതിനു ശേഷം യജമാനൻ മറ്റുള്ളവരെ ആ സ്ഥാനത്തേക്ക് വിളിച്ചു. അവർ വന്ന് അതിൽ പങ്കുകൊണ്ടു. അവരതിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീർന്നു എന്ന് വചനത്തിൽ നമ്മെ പഠിപ്പിക്കാം. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാമം വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല,
കുലീനന്മാരേറെയില്ല. കർത്താവ് ആദ്യം വിളിച്ചത് കുലീനന്മാരെയും ബലവാന്മാരെയും അതുപോലെ തന്നെ ജ്ഞാനികളെയുമായിരുന്നു. അവർക്കാർക്കും ഇതിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരികയാണ് ഉണ്ടായത്. അത് വചനം പറയുന്നത്, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചതിന് ശേഷം ശിശുക്കൾക്ക് ഇത് വെളിപ്പെടും. ഇന്നും ദൈവത്തിന്റെ മുമ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ 131 സങ്കീർത്തനം വായിച്ചു. 2 ആഴ്ച 131 സങ്കീർത്തനത്തിൽ മാത്രം 131 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് കേട്ടത് പ്രകാരമാണ്. എന്താണ്? അമ്മയുടെ അടുക്കൽ മുലകുടിയ മാറിയ പൈതൽ എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കലാകും. എന്താ അതിന്റെ പേരിലെന്താ? മുലകുടി മാറിയ പൈതൽ എന്ന് പറഞ്ഞ കുഞ്ഞ് എന്താണ് കുടിച്ചത്? പാലാണ് കുടിച്ചത്. അപ്പൊ നമ്മുടെ പ്രാണൻ ആശ്വസിക്കണമെങ്കിൽ പാല്. എന്താ പാല്? ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനം അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പുസ്തകത്തില് എബ്രായലേഖനം പറയുന്നവര് കൊരിന്ത്യലേഖനം കാണാതെ പറയുന്നത് എത്രയോ വചനങ്ങൾ, 1500 വചനം 3 സെമസ്റ്ററിലായി പഠിക്കുന്ന ബൈബിൾ കോളേജ് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രാണൻ എങ്ങനെ ഇരിക്കും? ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രാണൻ മറുപടി മാറി പോലെ ഇരിക്കും? ഇല്ല. ദൈവത്തിന്റെ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്, ഈ വചനം എന്ന് പറയുന്നത് ആഹാരത്തെ സംബന്ധിച്ച് 3 ഘട്ടമാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 3 തരത്തിലാണ്. ഏതൊക്കെയാ? ഒന്ന് പാല്, ഒന്ന് ആഹാരം, ഒന്ന് കട്ടിയാവുക. 3 തരത്തിലാണ് ഈ വചനം. പറഞ്ഞേ മറന്നുപോലെ അങ്ങനെ ബാക്കി കേൾക്കണ്ട. പാല്, ആഹാരം, കട്ടിയായിട്ടുള്ള ആഹാരം, അതാണ് ദൈവത്തിന്റെ വചനം. ഇതിങ്ങനെ വായിക്കുമ്പോ അത് പാലായി തീരണമെങ്കിൽ, ഇത് പാലായിട്ടുള്ളിൽ വരണമെങ്കിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഏതൊക്കെ വ്യവസ്ഥ? 1 പത്രോസിന്റെ ലേഖനം 2 വായിക്കും. സിമ്പിളായിട്ട് അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാറിപ്പോയി. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാങ്ങിപ്പിക്കും. മനസ്സിലായോ? എന്താ കാര്യം എന്ന് പറഞ്ഞില്ല? ഇത് ലോകത്തില് ഇത് പഠിച്ച് ഇത് ഉള്ളിലിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? എത്രയോ വചനം ഉള്ളിലുണ്ടത്. ഒരൊറ്റ ആളുടെ ഉള്ളിലും അയാളുടെ പ്രാണൻ എന്ത് കുടിച്ചിട്ടില്ല? പാല് കുടിച്ചിട്ടില്ല. കാരണം എന്താ? ഇത് കഴിക്കുമ്പോ പാലായി തീരണമെങ്കിൽ ഏറ്റവും ആദ്യം മാറ്റേണ്ടതാണ് എന്താണ്? ദുഷ്ടത മാറ്റണം. ദുഷ്ടത മാറ്റണം. അത് പാലായി തീരണമെങ്കിൽ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി ഇത് വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? പാലായി തീരൂ. അല്ലാത്തതൊക്കെ വക്രത, അല്ലാത്തതൊക്കെയും പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ചെല്ലുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന, നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കണം. അന്തരീക്ഷം ആകെ പ്രശ്നങ്ങളാണ്. ആത്മീയ മണ്ഡലം മൊത്തം അത് നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് ജാഗ്രത പ്രാർത്ഥിച്ചത് എല്ലാവരും ഒരുങ്ങനപ്പെട്ട് പ്രാർത്ഥിച്ചാലേ അത് മാറും. ഇന്ന് രാവിലെ 1 മണിക്കൂറാണ് അവിടെ ശുശ്രൂഷിച്ചത്. അത് യാതൊരു തടസ്സവും ഇല്ലാതെ അത്ര ഇതായിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് അന്തരീക്ഷം അങ്ങ് മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഇത് തുറന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാൻ പോകാം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് ഒരു മനുഷ്യൻ നമ്മൾ പ്രാപിക്കുന്ന വചനം ഈ കാര്യങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് വേണം. ഏതൊക്കെയാ? എല്ലാ ദുഷ്ടതയും വ്യാജഭാവവും ചാതിവും അസൂയയും നുണയും ഇത്രയും കാര്യങ്ങൾ നീക്കിക്കളഞ്ഞതിന് ശേഷം വായിച്ചാൽ മാത്രമേ, പ്രാപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അല്ലാതെ
ഇരുന്ന് ഏതെങ്കിലും തരത്തിൽ മാനസികാവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, യാതൊരു പ്രയോജനം. അതിൻ്റെ വിശദീകരണം നമുക്ക് ഇനിയും നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് ഉപകാരമായി തീരുവാൻ കാരണം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി ഇനിയുള്ള നാളുകൾ ആയിരിക്കാൻ, ഇനിയുള്ള ദിവസങ്ങളായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് 3 ഘട്ടങ്ങളും പ്രാപിക്കേണ്ടതിന് പാലായിത്തീരുന്നത് എങ്ങനെയാണെന്നുള്ള വചനമുണ്ട്. ആഹാരമായി തീരുന്നത് എങ്ങനെയാണ്? പാലായിത്തീരണമെങ്കിൽ എത്ര 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 സ്വഭാവം മാറണം നമ്മിൽ നിന്ന്? 5 സ്വഭാവം മാറണം, 5 കാര്യം മാറണം. ഇനി ആഹാരമായി തീരണമെങ്കിലോ? 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ കേട്ടോ, 2 കൊരിന്ത്യർ അല്ല 1 കൊരിന്ത്യർ 3-ന്റെ 1 മുതൽ വായിച്ചു. എന്നാൽ സഹോദരന്മാരെ അപ്പൊ ഇവരെന്ത് ചെയ്തോണ്ട് ഇപ്പൊ ഇവര് വചനം വായിക്കുന്നില്ലേ? വചനം പഠിക്കുന്നില്ലേ? കൊണ്ട് വചനം പഠിക്കുന്നുണ്ട്. കിട്ടുന്നതൊക്കെ എങ്ങനെയായിട്ട് തരണേ? പാലായിട്ട് കിട്ടണേ. അപ്പൊ അവരിൽ നിന്ന് 5 കാര്യം പോയിട്ടുള്ളത് ഏതൊക്കെയാ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ. മറന്നു പോകരുത്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്തോളണം. ഞാൻ പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഉള്ളിൽ ഇരിക്കരുത്. ഉണ്ടെങ്കിൽ അത് പാലായി തീരില്ല. ഇതൊക്കെ നീക്കി കഴിഞ്ഞാൽ പാലായി തീരും. ഇത് നീക്കി കളഞ്ഞവരാ കൊരിന്ത്യർ. പക്ഷെ അവർക്ക് ആഹാരമായിട്ടില്ല. ആഹാരമാകാത്തതിന് ഇനിയും കിടക്കുക 2 എണ്ണം. ഏതൊക്കെയാ? പറ. അതിലുണ്ട്. നിങ്ങളുടെ ഈർഷ്യയും കൂടെ ഇപ്പൊ 2 കാര്യം കൂടെ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഈർഷ്യയുണ്ട്. ഇതും കൂടെ 2 കൂടെ അങ്ങ് മാറ്റി കളഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ആഹാരമായിട്ട് കിട്ടും. ഈർഷ്യയുണ്ട്, പണക്കമാണ്, ചെറിയ ഇതുകൊണ്ട്. അതുകൊണ്ട് ഈ കഴിക്കുന്ന എന്നാ പാലേ കഴിക്കണുള്ളൂ. മറ്റേ 5 എണ്ണം ഇരിക്കുന്നതുകൊണ്ട് പാല് കഴിക്കുന്നത് അക്ഷരത്തിൽ മനസ്സിലാക്കുക. എന്ത് പ്രയോജനം? അതാണ്. എന്നാൽ ഇനിയും ബാക്കിയുണ്ട്. ഏതാണ്? കൊരിന്ത്യർ എബ്രായ ലേഖനം 5-ന്റെ 1. അവരിൽ നിന്ന് നീങ്ങി പോകണം, അനീതി നീങ്ങി പോകണം. ഇപ്പോഴും തിരുപ്പുണ്ട്. അനീതി, നീതി ഏതാ അനീതി ഏതാന്ന് ഇപ്പോഴും അറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവമാണ് നീതി അനീതിയും തമ്മിൽ തിരിച്ചറിയുക. നീതി അനീതിയും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പൊ എത്രയായെന്നറിയാം? മനസ്സിലായി. പാലായി തീരണമെങ്കിൽ ഇത് വേണം, 5 എണ്ണമാണ്. ആഹാരമായി തീരണമെങ്കിൽ +2, അപ്പൊ എത്രയായി? 7. ഇനി ഇത് കട്ടിയുള്ള ആഹാരമായി തീരണമെങ്കിലോ 1 എണ്ണം. അതായത് അനീതി നീക്കണം, സകല അനീതി നീക്കണം. അപ്പൊ അതായത് എന്തായി തീർന്നു? കട്ടിയുള്ള ആഹാരമായി തീർന്നു. ഇത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി അതിനെ പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് വചനം നമുക്ക് പ്രയോജനമില്ല. അനേക കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, പഠിക്കുന്നു, കാണാതെ പറയുന്നു, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇന്നും അവരുടെ പ്രാണൻ എന്ത് ചെയ്തിട്ടില്ല? പാല് കുടിച്ചിട്ടില്ല. ഇന്നും അവരെന്ത് ചെയ്തിട്ടില്ല? ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നും കട്ടിയായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നീങ്ങി പോകേണ്ട ആദ്യം അതങ്ങ് പഠിക്കും. ഏതൊക്കെയാ? എത്ര കാര്യ? ഈ 8 കാര്യം. ഏതൊക്കെയാ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഈർഷ്യ, പിണക്കം, അരി. ഇത്രയും കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞാൽ നമുക്കിത് പാലായിട്ടും ആഹാരമായിട്ടും കട്ടിയുള്ള ആഹാരമായിട്ടും കിട്ടി നമ്മൾ ഈ നാളുകളിൽ ശക്തി പ്രാപിപ്പാൻ, ശത്രുവിന് ഒരു തരത്തിലും നമ്മുടെ മേൽ ആധിപത്യം സാധിക്കാത്ത തരത്തിൽ നമ്മെ ശക്തന്മാരാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.